ഹായ് ഫ്രണ്ട്സ്, പി സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ചോദ്യം വായിക്കാം, അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക. അടുത്തത്, സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉമാണ്. അടുത്തത്, ഗവൺമെൻറ്റിന് എത്ര ഘടകങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 3 ഘടകങ്ങളാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ജനങ്ങളുടെ കോടതി എന്ന അർത്ഥം വരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ലോക് അദാലത്താണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നവരെ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം 3ഉമാണ്. 1ഉം 2ഉം 3ഉമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നവരെ തിരഞ്ഞെടുത്തു. ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം. അടുത്തത്, ജനപ്രതിനിധി സഭയുടെ കാലാവധി എത്ര വർഷമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് 5 വർഷമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് വായിക്കാം. രാഷ്ട്രപതി പാർലമെന്റിലെ ഒരു അംഗമാണ്. അടുത്ത ഓപ്ഷൻ, രാജ്യസഭ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. 3ാമത്തെ, നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഇതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സാധാരണയായി ഇന്ത്യൻ പാർലമെൻറ്റിന് വർഷത്തിൽ എത്ര സമ്മേളനങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് 3 അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ വായിക്കേണ്ടിയിരിക്കുന്നു. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പാർലമെന്റിൽ പരിഗണിക്കെടുക്കുന്നത് ചോദ്യോത്തരവേളയിലാണ്. 2ാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്, ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ഈ 2 ഓപ്ഷൻ തന്നിരിക്കുന്നു. ഇതിൽ ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. അടുത്തത്, പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബിൽ ഏത്? ഓപ്ഷൻ എ ആണ് ധനബില്ലാണ്. അടുത്തത്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ഓപ്ഷൻ, രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നവരാണ്. 3ാമത്തെ ഓപ്ഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടാത്തവയെ തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ഉം 5ഉമാണ്. അടുത്തത്, ധനബിൽ രാജ്യസഭ എത്ര ദിവസത്തിനകമാണ് ലോക്സഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 14 ദിവസത്തിന് ഉള്ളിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലേക്ക് എത്ര പേരെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. രാജ്യസഭയിലേക്ക് എത്ര പേരെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 12 പേരെയാണ്. അടുത്തത്, രാജ്യസഭയുടെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, കാലാവധി ഇല്ല. രാജ്യസഭയുടെ കാലാവധി ഇല്ല. അടുത്തത് നോക്കാം. പാർലമെന്റിലെ ഒരു ബില്ലിന്റെ 3ാം വായനയിൽ ബില്ലിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നുകിൽ മൊത്തം പാസ്സാക്കും, അല്ലെങ്കിൽ അത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരിയാണ്. ഏതാണ് നമുക്ക് നോക്കാം. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം 3. അടുത്തത്, സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് നോക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. 2ാമത്, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 3ാമത്, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 4ാമത്, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ചോദ്യം എന്താണെന്നും കൂടി വായിക്കാം. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ ആണ്, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ. അടുത്തത്, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ BR അംബേദ്കറുടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവാണ് എന്നുള്ളതൊക്കെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. അടുത്തത്, മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരം ഉള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, 5. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, ഭാഗം 4. അടുത്തത്, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, ഭാഗം 4A ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 6. അടുത്തത്, സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നിവ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് ഉത്തരം വായിക്കാം. ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3ാമത്തെ, അമേരിക്കൻ ഭരണഘടനയുടെ അവകാശ പത്രിക ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ 4ാമത്തെ, സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യനും. ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരിയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്നറിയപ്പെടുന്നത്. അടുത്തത്,
താഴെ തന്നിരിക്കുന്നവയിൽ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ്. ഏതാണ് 2ഉം 3ഉം നോക്കാം. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചത്. 3, വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 3ഉമാണ്. അടുത്തത്, ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 84 പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 84. അടുത്തത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ്. ഏതാണ് നമുക്ക് നോക്കാം. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത്. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണ്? 35. ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്തത്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലവിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 3. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലവിൽ എത്ര അംഗങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 3 ആണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ശരി. ഏതാണ് 1 നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതാണ് ഉചിതമായവ. നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അടുത്തത്, നിലവിൽ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 20 ആണ്. അടുത്തത്, ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 25 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. നമുക്ക് നോക്കാം ഏതാണ് 1ഉം 2ഉം നോക്കാം. പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനശാസ്ത്രം എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിയായവ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, ശ്യാം സരൺ നെഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം സരൺ നെഗിയാണ്. അടുത്തത്, ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എത്രയാണ് എന്നുള്ളത്. ഓപ്ഷൻ ബി ആണ്, 47 ആണ്. അടുത്തത്, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ആരുടെ നിർവചനമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, എൻ ഗ്ലാഡൻ്റെ. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞതാരാണ്? എൻ ഗ്ലാഡനാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന പ്രസ്താവനകൾ കണ്ടെത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ ചില സവിശേഷതകൾ താഴെ പറയുന്നു. അവ പരിശോധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 2 മാത്രം തെറ്റാണ്. ഏതാണ്? രാഷ്ട്രീയ താല്പര്യം. ഇതാണ് തെറ്റുള്ളത്. ഓപ്ഷൻ സി ആണ്, 2 മാത്രം തെറ്റ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ സർവീസ് താഴെ പറയുന്ന ഏത് സർവീസിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. UPSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. UPSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്.
അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 4 മാത്രമാണ് ശരിയായത്. ഏതൊക്കെയാണ് 1, 2, 4 നോക്കാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അടുത്ത 4-മത്തെ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് ആണ് ഈ സാക്ഷരത. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അടുത്ത ശരിയായ ജോഡി കണ്ടെത്താനാണ്. സെൻട്രൽ വിജിലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് ബി തന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ അഴിമതി തടയാൻ, സി തന്നിരിക്കുന്ന ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ ഡി തന്നിരിക്കുന്നത് സെയിൽസ് ടാക്സ് ഓഫീസർ തന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത് ആദ്യത്തെ ലോക്പാൽ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ 1964 തന്നിട്ടുണ്ട്. അടുത്തത് സംസ്ഥാന സർവീസ് തന്നിട്ടുണ്ട്. 4-മത്തെ അഖിലേന്ത്യാ സർവീസും കൂടി തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. എ 2, ബി 1, സി 4, ഡി 3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോകായുക്തയാണ്. അടുത്തത് നമുക്ക് നോക്കാം. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ് രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ഭൂപ്രദേശവുമായി ബന്ധമുള്ള വസ്തുക്കൾ പരിശോധിച്ച് കണ്ടെത്താനാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നാണ്. ഭൂപ്രദേശം എന്നാൽ എന്തൊക്കെയാണ്? കരമേഖലയും കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നാണ് എന്ത് പറയുന്നത്? ഭൂപ്രദേശം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐക്യരാഷ്ട്രസഭയിൽ 193-ാമത് അംഗമായ രാജ്യം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. ദക്ഷിണ സുഡാനാണ്. ഐക്യരാഷ്ട്രസഭയിൽ 193-ാമത് അംഗമായ രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. ഓപ്ഷൻ എ ആണ്. അടുത്തത് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ഇത് ആരുടെ വാചകമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. ജർമി ബന്താമിൻ്റെയാണ് ഈ വാചകം. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജർമി ബന്താമിൻ്റെ. അടുത്തത് താഴെ പറയുന്നവയിൽ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഏതൊക്കെയാണ്? ദൈവദത്ത സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. ഇവയെല്ലാം കൂടി ചേർന്നാണ് രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. അടുത്തത് താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഓപ്ഷൻ എ സ്വത്തവകാശമാണ്. അടുത്തത് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. ലാറി ബേക്കറാണ്. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കറാണ്. അടുത്തത് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതൊക്കെയാണ്? 1, 2, 3 ഏതൊക്കെയാണ്? 1, 2, 3 നോക്കാം. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക് പൊളിറ്റിക്സ് എന്ന പേര് നൽകി. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവാണെന്ന് അറിയപ്പെടുന്നു. 3-മത്തേത് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ഒരു ഗ്രീക്ക് ചിന്തകനാണ്. ഇതാണ് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലകളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. ഏതാണ്? ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. അടുത്തത് ഒരു രാഷ്ട്ര നിലവിൽ വരണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഘടകം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. പരമാധികാരമാണ്. ഏതാണ്? പരമാധികാരമാണ്. ഒരു രാഷ്ട്രം നിലവിൽ വരണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് പരമാധികാരം. അടുത്തത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. പ്ലേറ്റോൻ്റെ വാക്കുകളാണ്. അടുത്തത്
നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ഇത് ആരുടെ വാക്കുകൾ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, ഗാന്ധിജിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം. ഏവയ്ക്കെന്ന് നോക്കാം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. അടുത്തത് ന്യായവിലയ്ക്ക് സാധനവും സേവനങ്ങളും ലഭിക്കാനുള്ള അവകാശം. അടുത്തത് അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്കുള്ള പരിഹാരം തേടാനുള്ള അവകാശം. അടുത്തത് നോക്കാം. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്, സാധന വിൽപ്പന നിയമം. 1930 സാധന വിൽപ്പന നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഉപഭോക്തൃ കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ്. ഏതാണ് 1ഉം 2ഉം? ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമില്ലാത്ത അനുഭവം ഉണ്ടാകുമ്പോൾ അവരെ നിയമപരമായി സഹായിക്കുന്നു. 2 ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെടുന്നു. അടുത്ത 125 ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന് ഉപഭോക്തൃ കോടതി വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പകരം സാധനം നൽകൽ, നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കൽ, പരാതി ചിലവ് ലഭ്യമാക്കൽ, ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ദേശീയ ഉപഭോക്തൃ ദിനം എപ്പോഴാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം എപ്പോഴാണ്? ഡിസംബർ 24. അടുത്തത് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 1985. അടുത്തത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാമാണ്. അപ്പോൾ നിങ്ങളത് ഓപ്ഷൻസ് വായിക്കാം. അടുത്ത ചേരുംപടി ചേർക്കലാണ് 129 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, 1A 2B 3C 4D ആണ്. ഏതൊക്കെ? 1A 2B 3C 4D ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക. താങ്ക് യു.